ഓം നമ സുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 24-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 218-ാമത്തെ നാമം മുതൽ 227-ാമത്തെ നാമം വരെയാണ് നമ്മൾ വിശദമായി കാണാൻ പോകുന്നത്. അഗ്രണീർഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണക സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാത്. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അഗ്രണി, ഗ്രാമണി, ശ്രീമാൻ, ന്യായ, നേത, സമീരണ, സഹസ്രമൂർധ, വിശ്വാത്മാ, സഹസ്രാക്ഷ, സഹസ്രപാത് എന്നിങ്ങനെ 10 നാമങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നാമധേയം അഗ്രണീർ. അഗ്രണീർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നത് എന്നർത്ഥം. അതായത് ഭഗവാൻ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നിലയിലുള്ളതിനാൽ ഭഗവാനെ അടയുക എന്ന ഒരു കാര്യം വളരെ വിഷമം നിറഞ്ഞതാണ്. അതിന് നമുക്ക് ഓരോ ചുവടുപടികളായി നമ്മൾ വെക്കുമ്പോൾ അതിൽ ആദ്യത്തേത് നമ്മുടെ സ്വന്തം മനസ്സിനെ അറിയുക, അടുത്തത് നമ്മുടെ വികാരത്തെ അറിയുക, അടുത്തത് നമ്മുടെ പ്രവൃത്തിയെ അറിയുക, അടുത്തത് നമ്മുടെ വാക്കുകളെ അറിയുക. അതിനുശേഷം ഭഗവാന്റെ ആ ഒരു ശക്തിയെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു വേദങ്ങളോ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ ഭാഗവതമോ അല്ലെങ്കിൽ നാരായണീയമോ ഏതെങ്കിലും ഒരു ഇതിഹാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയുകയും ആ ഒരു നേതാവിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ഭഗവാൻ ഏറ്റവും ഉയർന്ന നിലയിലുള്ളതിനാൽ ഭഗവാന് അഗ്രണി എന്ന നാമധേയം. അടുത്ത നാമധേയം ഗ്രാമണി. ഗ്രാമ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്നർത്ഥം. ഗ്രാമണി എന്ന് പറഞ്ഞാൽ ഏതൊരു നേതാവാണോ ഒരു കൂട്ടത്തെ മുഴുവനും പൂർണ്ണമായി നയിച്ചുകൊണ്ട് വിധിയിലൂടെ, അതായത് ധർമ്മത്തിന്റെ പാതയിലൂടെ ആ വിധിയിലേക്ക് എത്തിക്കുന്നത്, ആ ഒരു ശക്തിയെ ഗ്രാമണി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടികളും വ്യത്യസ്തമായി ഭഗവാൻ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ ഓരോ സൃഷ്ടിയുടെയും സ്വഭാവം ഓരോ തരത്തിലാണ്. ആ ഓരോ സ്വഭാവത്തെയും മനസ്സിലാക്കി അവരെ നേരായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അവരെ ആ ഒരു ഭഗവാന്റെ ശക്തിയിലേക്ക് സാത്വികമായ രീതിയിൽ കൊണ്ട് എത്തിക്കുന്നതിനാൽ ഭഗവാനെ ഗ്രാമണി എന്ന് പറയുന്നു. അടുത്ത നാമധേയം ശ്രീമാൻ എന്നാണ്. ശ്രീ എന്നാൽ വെളിച്ചം, അതല്ലെങ്കിൽ പ്രശസ്തത, അതല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി. അപ്പോൾ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഭഗവാനാണോ ഈ 3 കാര്യങ്ങളിൽ സമ്പന്നമായി ഇരിക്കുന്നത് ആ ഭഗവാനെ ശ്രീമാൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സമ്പൽ സമൃദ്ധിയുടെ എല്ലാം ഒരു ഐശ്വര്യ ദേവതയാണ് ലക്ഷ്മി ദേവി. അപ്പോൾ ഏതൊരു ഭഗവാനാണോ ലക്ഷ്മി ദേവിയെ സ്വന്തം മാറിടത്തിൽ കരുതി സൂക്ഷിച്ച് സംരക്ഷിച്ചു പോരുന്നത് ആ ഭഗവാനെ ശ്രീമാൻ എന്ന് പറയുന്നു. അടുത്ത നാമധേയം ന്യായ എന്നാണ്. ന്യായ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിയാണോ ഓരോ സൃഷ്ടിക്കും അവരവരുടെ രീതിയിലുള്ള ഒരു അനുഗ്രഹത്തെ കൊടുക്കുന്നത്. അതായത് ഓരോരുത്തർ ഭഗവാനെ സമീപിക്കുന്നത് പല പല രീതിയിലാണ്. നാമം ജപിക്കുക എന്നതൊരു രീതി, ഭഗവാനെ സ്മരിക്കുക എന്നതൊരു രീതി, ഭഗവാന് ഫൂലാദികൾ കൊടുക്കുക എന്ന ഒരു രീതി, അല്ലെങ്കിൽ ഭഗവാന് മനസ്സുകൊണ്ട് അർപ്പിക്കുക എന്നൊരു രീതി. ആ ഓരോ സൃഷ്ടിക്കും അവരവരുടെ രീതിയിൽ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി സ്വീകരിക്കുക എന്നത് ഭഗവാന്റെ ഒരു ന്യായങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഭഗവാൻ അതിനെ എങ്ങനെയാണോ കരുതുന്നത് അത്രയും തന്നെ ഏതൊരു മൃഗങ്ങളായാലും പക്ഷികളായാലും മരങ്ങളായാലും അവർക്കും ഭഗവാൻ അതേ
രീതിയിലുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് കൊടുക്കുന്നത്. അതിനാലാണ് ഭഗവാനെ ന്യായ എന്ന് പറയുന്നത്. അടുത്ത നാമധേയം നേത എന്നാണ്. നേത എന്നാൽ ഒരു നേതാവിനെ കുറിക്കുന്നു. എങ്ങനെയാണോ ഭഗവാൻ എല്ലാ സൃഷ്ടിയെയും ഒരുപോലെ സംരക്ഷിക്കുന്നത്, ഓരോ രീതിയിൽ ഓരോ കാലഘട്ടത്തിലും ആ സൃഷ്ടികളെ പരിപോഷിക്കുന്നത്, ആ ഒരു സൃഷ്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള പഞ്ചഭൂതങ്ങളെ അനുഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും അവർക്ക് ഒരു സന്തോഷത്തെ അനുഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ ജഗത് യന്ത്ര നിർവാഹക എന്ന് ശങ്കരാചാര്യർ പറയുന്നത് പോലെ ഭഗവാനെ നേത എന്ന് വിളിക്കുന്നു. അടുത്ത നാമധേയം സമീരണ എന്നാണ്. സമീരണ എന്നാൽ ഓരോ ജീവാത്മാവിലും ഓരോ അവയവങ്ങളും പൂർണ്ണമായി എങ്ങനെ ഒരു പ്രാണനെ എത്തിച്ചുകൊണ്ട് അവിടെ ഓരോ പ്രവൃത്തി ചെയ്യിക്കുവാൻ വേണ്ടി ഭഗവാൻ എങ്ങനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ഒരു പഞ്ചഭൂതങ്ങളെ എല്ലാം പൂർണ്ണമായി ആ ഒരു പരമാത്മാവിലൂടെ ജീവാത്മാവിന് പ്രയോജനകരമായി മാറ്റുന്നതിനാൽ ഭഗവാനെ സമീരണ എന്ന് പറയുന്നു. അതായത് ഓരോ ചലനത്തിനും ആ ഒരു ജീവാത്മാവിനെ കൊണ്ട് ആ ഒരു ചെറിയ അണുക്കളെ പോലും ഭഗവാൻ ഉപയോഗപ്രദമായി മാറ്റുന്നു. അതിനാൽ ഭഗവാന് സമീരണ എന്ന നാമധേയം. അടുത്ത നാമധേയം സഹസ്രമൂർധ. ഹസ്ര എന്നാൽ 100, സഹസ്ര എന്നാൽ 10 ഗുണം 100, അതായത് 1000 എന്നർത്ഥം. മൂർധ എന്നാൽ തല, ശിരസ് എന്നർത്ഥം. അപ്പോൾ സഹസ്രമൂർധ എന്നാൽ ഭഗവാന് 1000-ലേറെ ശിരസുകൾ ഉണ്ടെന്നർത്ഥം. അതായത് ഭഗവാൻ എങ്ങനെയാണോ അത്യധികം ശിരസുകൾ കൊണ്ട് തൻ്റെ സൃഷ്ടികളെ കാണുന്നു, കേൾക്കുന്നു, അതുപോലെ അവർക്ക് ഏതെല്ലാം രീതിയിലാണ് സഹായിക്കുന്നത്, അതിനു തുല്യമായി തന്നെ ഭഗവാൻ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും എല്ലാ രീതിയിലും എത്തിപ്പെടുന്നു. അതിനാലാണ് ഭഗവാന് 1000 കൈകളുണ്ട്, 1000 കാലുകളുണ്ട്, 1000 ശിരസുണ്ട്, 1000 കണ്ണുകളുണ്ട് എന്നൊക്കെ നമ്മുടെ സഹസ്രനാമത്തിൽ പറയുന്നത്. അതായത് ഏതൊരു സൃഷ്ടിക്കും എപ്പോഴാണോ ആവശ്യം ആ പരമഭക്തന് ആ ഒരു ഭഗവാൻ അവിടെ എത്തിയിരിക്കും. അതിനാൽ ഭഗവാന് സഹസ്രമൂർധ എന്ന നാമധേയം. അടുത്ത നാമധേയം വിശ്വാത്മാ എന്നാണ്. ആത്മാവെന്നാൽ നമ്മുടെ എല്ലാം പരമാത്മാവിനെ കുറിക്കുന്നു. വിശ്വ എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം. ഈ ഒരു മുഴുവൻ പ്രപഞ്ചത്തിന്റെ ഏക പരമാത്മാവാണ് സാക്ഷാൽ മഹാവിഷ്ണു. അതിനാൽ ഭഗവാനെ വിശ്വാത്മാ എന്ന് പറയുന്നു. അടുത്ത നാമധേയം സഹസ്രരക്ഷ, സഹസ്രാക്ഷ എന്ന് പറയുന്നു. അതായത് ഭഗവത്ഗീതയിൽ എങ്ങനെയാണോ ഭഗവാൻ ഏതൊരു പ്രകൃതിയുടെ മാറ്റത്തിനും കാരണം താൻ തന്നെയാണ് എന്ന് പറയുന്നതോ, അതുപോലെ തന്നെ ഏതൊരു സൃഷ്ടിക്കും രക്ഷ നേടുവാൻ വേണ്ടി ഭഗവാൻ മാത്രമാണ് ഒരു ഉപായം. അവസാനം ഭഗവാനിൽ തന്നെയാണ് പരമാത്മാവ് ലയിച്ചു ചേരുന്നത്. അതിനാലാണ് ഭഗവാനെ സഹസ്രാക്ഷ എന്ന് പറയുന്നത്. അടുത്ത നാമധേയം സഹസ്രപാദ് എന്നാണ്. അതായത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാന് 1000 തല, 1000 കൈകൾ, 1000 കാലുകൾ, 1000 കൈകൾ, കണ്ണുകൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഭഗവാന് എല്ലാ പ്രവൃത്തിക്കും ആ ഒരു അവയവങ്ങൾ ഒന്നിലേറെയുണ്ട്, അത്യധികമായുണ്ട്. അത്രയും വലിപ്പത്തിലാണ് ഉള്ളത് ഭഗവാൻ. അത്രയും മഹത്തായ കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. അത് ചിന്തയിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, ദൃഷ്ടിയിലാകട്ടെ, എല്ലാത്തിലും ഭഗവാൻ പല പല രൂപഭേദങ്ങളാണ് എടുക്കുന്നത്. അതിനാൽ ഭഗവാൻ എപ്പോഴും ധർമ്മത്തെ മാത്രം പരിപാലിക്കുന്നവരുടെ കൂടെയാണുള്ളത്. അപ്പോൾ എവിടെയാണോ അധർമ്മം സംഭവിക്കുന്നത് ആ സമയത്താണ് ഭഗവാൻ പല പല അവതാരങ്ങൾ എടുക്കുകയും ആ ധർമ്മ പരിപാലനം ചെയ്തുകൊണ്ട് തിരിച്ചു വൈകുണ്ഠത്തിൽ എത്തുകയും ചെയ്യുന്നത്. അതിനാലാണ് ഭഗവാന് സഹസ്രപാദ് എന്ന നാമധേയം.
അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട നാമധേയങ്ങൾ അഗ്രണീർ, ഗ്രാമണി, ശ്രീമാൻ, ന്യായ, നേത, സമീരണ, സഹസ്രമൂർധ, വിശ്വാത്മാ, സഹസ്രാക്ഷ, സഹസ്രപാദ്. അപ്പോൾ ഈ 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അഗ്രണീർ, ഗ്രാമണി, ശ്രീമാൻ, ന്യായോ, നേത, സമീരണ, സഹസ്രമൂർധ, വിശ്വാത്മാ, സഹസ്രാക്ഷ, സഹസ്രപാദ്. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.